നാട്ടുകാർക്ക് കൊടുക്കണമെന്നല്ല, ആ നാട്ടിലാണ് കൊടുക്കണം എന്നാണ്. നമ്മൾ ഉള്ള നാട്ടിൽ പുറം നാട്ടുകാർ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം. നമ്മുടെ നാട്ടുകാർ പുറം നാട്ടിലുണ്ട് എന്നതിനാൽ അവിടെ കൊണ്ടുപോയിട്ട് കൊടുത്താൽ അത് വിടൂല. നാട്ടിൽ കൊടുക്കുക എന്നുള്ളതാണ്, നാട്ടുകാർക്ക് കൊടുക്കുക എന്നുള്ളതല്ല. നാട്ടിൽ വെച്ച് നാട്ടുകാരല്ലാത്തവർക്കും നാട്ടിൽ വന്നാൽ അവർക്ക് കൊടുക്കാവുന്നതുമാണ്. അപ്പോൾ ഒരു കാര്യം, ഗൾഫിലുള്ള ഭർത്താവിന്റെ ഫിത്ർ സക്കാത്ത് എവിടെ കൊടുക്കണം? ഗൾഫിൽ തന്നെ കൊടുക്കണം. അദ്ദേഹം തന്റെ റൂമിലോ മറ്റോ ഉള്ള അവകാശികൾക്ക് കൊടുത്താൽ മതിയല്ലോ. പ്രകാരം തന്നെ പ്രസ്തുത രാത്രി ഭാര്യയുടെ സ്വന്തം വീട്ടിലാണെങ്കിൽ ആ ഉള്ള നാട്ടിലാണ് ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്, അല്ലാതെ ഭർത്താവിന്റെ നാട്ടിലല്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എവിടെ ഉണ്ടോ അവിടെയാണ് ഓരോരുത്തരുടെയും ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്. എന്നാൽ നമ്മുടെ മദ്ഹബിലെ തന്നെ ഇബ്നു സലാഹ്, ഇബ്നുൽ ഫിർഖാഹ് റളിയല്ലാഹു അൻഹുമ പോലെയുള്ള മദ്ഹബിലെ അതികായന്മാരായ ഇമാമിയങ്ങൾ അവർ പറയുന്നത് മറ്റൊരു നാട്ടിൽ കൊടുത്താൽ വീടുമെന്ന പക്ഷക്കാരാണ്. ആ നയം സ്വീകരിച്ചുകൊണ്ട് വിദേശത്തുള്ളവരുടെ ഫിത്ർ സക്കാത്ത് നാട്ടിൽ കൊടുക്കാൻ ചുമതലപ്പെടുത്താവുന്നതാണ്. ഇവരുടെ വീക്ഷണം സ്വീകരിക്കുന്നതാണ് എന്ന് മനസ്സിൽ ഉണ്ടായിരിക്കണം. ഇനി അടുത്ത നിയ്യത്തിനെ പറ്റി കുറച്ച് പറയാം. ആരാണോ ഫിത്ർ സക്കാത്ത് നൽകാൻ ബാധ്യതയായിരിക്കുന്നത് അയാളാണ് ഫിത്ർ സക്കാത്തിന്റെ നിയ്യത്തും വെക്കേണ്ടത്. ബാധ്യതയായിരിക്കുന്ന വ്യക്തിയാണ് ഫിത്ർ സക്കാത്തിന് നിയ്യത്ത് വെക്കേണ്ടത്. അപ്പോൾ സമ്പത്തില്ലാത്ത ഉപ്പ, അതേപോലെ തന്നെ ഉമ്മ, ചെറിയ മക്കള്, ഭാര്യ, ഇവരുടെ ഫിത്ർ സക്കാത്തിന്റെ നിയ്യത്ത് ചെലവ് നൽകാൻ ബാധ്യതയുള്ള വ്യക്തിയാണ് വെക്കേണ്ടത്. എന്നാൽ ഉപ്പയോ ഉമ്മയോ ഭാര്യയോ തന്റെ സമ്മതമില്ലാതെ നിയ്യത്ത് ചെയ്തു കൊടുത്തു എന്നതുകൊണ്ട് ഫിത്ർ സക്കാത്ത് വീടില്ല. ഇനി വീടണമെങ്കിൽ ഉദാഹരണമായിട്ട് നാം ഭാര്യയോട് പറയാം, എൻ്റെയും എൻ്റെ മക്കളുടെയും ഉമ്മയുടെയും ഉപ്പയുടെയും നിന്റെയും ഫിത്ർ സക്കാത്ത് നിയ്യത്ത് ചെയ്തു കൊടുക്കാൻ ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയാം. ഇങ്ങനെ വക്കാലത്താക്കാതെ നമ്മുടെ ബാധ്യതയായ ഫിത്ർ സക്കാത്ത് നൽകലിനെ ഉമ്മയോ ഭാര്യയോ മറ്റാരെങ്കിലുമോ നൽകിയാൽ ഫിത്ർ സക്കാത്ത് വീടില്ല. അപ്പോൾ വിദേശത്തുള്ള ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഭാര്യ സ്വന്തത്തെയും മക്കളുടെയും കൊടുത്താൽ വീടുന്നതല്ല. വക്കാലത്താക്കുക എന്നാൽ വലിയ സംഗതിയൊന്നുമല്ല. ഭാര്യ ഫോൺ വിളിച്ച് അങ്ങോട്ട് പറഞ്ഞാൽ തന്നെ മതി, എന്റെയും മക്കളുടെയും ഫിത്ർ സക്കാത്ത് നിയ്യത്ത് ചെയ്ത് ഞാൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. സമ്മതം വാങ്ങലാണ്, അതോടെ വക്കാലത്ത് കിട്ടി. ഇനി ഭാര്യക്ക് നിയ്യത്ത് ചെയ്ത് ഫിത്ർ സക്കാത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ചെലവ് കൊടുക്കൽ ബാധ്യതയായവരുടെ ഫിത്ർ സക്കാത്ത് മാത്രമേ സമ്മതമില്ലാതെ കൊടുത്താൽ വീടേ ഉള്ളൂ. ജോലിക്ക് കഴിവുള്ളതോ ഒരു സാരിക്ക് വകയുള്ളതോയായ മുതിർന്ന മക്കള്, അപ്രകാരം ഒരു സാരിയുടെ തൂക്കം അതിന്റെ തുക കയ്യിലുള്ള മുതിർന്ന പെൺമക്കള്, ഇവരുടെ ബാധ്യത പിതാവിനില്ലാത്തതിനാൽ ഇത്തരം ആൺപെൺമക്കളുടെ സമ്മതമില്ലാതെ, മുതിർന്ന ആൺപെൺമക്കളുടെ സമ്മതമില്ലാതെ ഫിത്ർ സക്കാത്ത് കൊടുത്താൽ മതിയാകുന്നതല്ല. അതിനാൽ പിതാവ് സമ്മതം വാങ്ങുകയോ മുതിർന്ന മക്കൾ വേണമെങ്കിൽ അങ്ങോട്ട് സമ്മതം കൊടുക്കുകയോ വേണ്ടതാണ്. അല്ലാതെ കൊടുത്താൽ മതിയാകില്ല. അതായത്
ബാധ്യതയായ വ്യക്തി തന്നെയാണ് നിയ്യത്ത് ചെയ്ത് വിതരണം ചെയ്യേണ്ടത്. അല്ലാത്തവർ ചെയ്യുകയാണെങ്കിൽ വക്കാലത്ത് ഉണ്ടായിരിക്കേണ്ടതാണ്. വക്കാലത്ത് പറഞ്ഞാൽ അങ്ങോട്ട് പറയാം, എന്റെ ഫിത്ർ സക്കാത്ത് നിങ്ങളൊന്ന് കൊടുത്താളി, അല്ലെ നിങ്ങളെ ഫിത്ർ സക്കാത്ത് ഞാനൊന്ന് കൊടുക്കട്ടെ എന്ന് സംബന്ധിച്ച് ചോദിക്കുക. എത്രയേ ഉള്ളൂ വക്കാലത്ത് എന്ന് പറഞ്ഞാൽ, വലിയൊരു സംഗതിയൊന്നുമല്ല. ഇനി എത്ര പേർക്കാണ് ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്? ഫിത്ർ സക്കാത്ത് എന്നല്ല, ഏതൊരു സക്കാത്താണെങ്കിലും ആ നാട്ടിൽ സക്കാത്തിന്റെ 8 അവകാശികളിലെയും ഓരോ വിഭാഗത്തിലെയും 3 പേർക്ക് കൊടുത്തിരിക്കണം. പൊതുവെ നിലവിൽ നമ്മുടെ നാടുകളിൽ ഫക്കീർ, മിസ്കീൻ, കടം കൊണ്ട് വലഞ്ഞവൻ എന്ന് 3 വിഭാഗമാണ് അവകാശികളാണ് ഉണ്ടാവൽ. അപ്പൊ ഈ 3 ഓരോ വിഭാഗത്തിലെയും 3 പേർക്ക് കൊടുക്കൽ നിർബന്ധമായി തീരും. അതായത് ഫക്കീറിലെ 3 പേര്, മിസ്കീനിലെ 3 പേര്, നാട്ടിൽ കടക്കാരുണ്ടെങ്കിൽ അവരിലെ 3 പേർക്ക്, ടോട്ടൽ 3 × 3 9 പേർക്ക് കൊടുത്തിരിക്കണം. ഇതാണ് പ്രബല വീക്ഷണം. ഫക്കീർ, മിസ്കീന്, കടം കൊണ്ട് വലഞ്ഞവർ, ഇതാണ് സാധാരണ ഉണ്ടാവുക. അവന് 8 പേരുണ്ടെങ്കിൽ 8 പേർക്കും ഉണ്ടാവില്ല, അവർക്കൊക്കെ കൊടുക്കണം. അവരിലെ ഓരോ വിഭാഗത്തിലെയും 3 പേർക്ക് കൊടുക്കണം. ഇതാണ് പ്രബല വീക്ഷണം. എന്നാൽ ഫിത്ർ സക്കാത്തിന്റെ അടുത്ത് ഫക്കീർ, മിസ്കീനിലെ ഏതെങ്കിലും 3 പേർക്ക് കൊടുത്താലും മതിയാകുമെന്ന രണ്ടാം വീക്ഷണമുണ്ട്. അപ്പൊ നാട്ടിലെ ഫക്കീർ, മിസ്കീനിൽപ്പെട്ട ഏതെങ്കിലും ഒരു 3 പേർക്ക് കൊടുത്താൽ മതി, കഷ്ടപ്പെടേണ്ടതായി വരില്ല. ഇനി ഒന്നുകൂടി എളുപ്പമായി ശർവാനി റളിയല്ലാഹു അൻഹു 319 പറയുന്ന കാണാം, വഖ്താറ ബഅദുഹും ജവാസ സർഫിഹാ ഇലാ വാഹിദിൻ വലാ ബഅസ ബിതഖ്ലീദിഹി ഫീ സമാനിനാ ഹാദാ. അതായത് ഒരാളുടെ ഫിത്ർ സക്കാത്ത് അവകാശിയായ ഒരാൾക്ക് മാത്രം നൽകുന്നുവെങ്കിൽ, ഒരാൾക്ക് മാത്രം നൽകിയാൽ സക്കാത്ത് വീടുമെന്ന നയത്തെ തഖ്ലീദ് ചെയ്ത് അങ്ങനെ കൊടുക്കാവുന്നതാണ് എന്നാണ് മഹാനവറുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇനി എന്താണ് നൽകേണ്ടത്? അതൊന്ന് പറഞ്ഞു നിർത്താം. നാട്ടിലെ മുഖ്യാഹാരമാണ് നൽകേണ്ടത്. അപ്പോൾ നാം നമ്മുടെ നാട്ടിൽ സാധാരണ ഭക്ഷിക്കുന്ന അരിയാണ് നൽകേണ്ടത്. ആ അരിയുടെ ഗ്രേഡിൽ താണ അരി പറ്റില്ല. ആ അരിയേക്കാൾ ഉയർന്ന ഗ്രേഡിലുള്ള അരി കൊടുത്താൽ വീടും എന്ന് മാത്രമല്ല, അത് കൊടുക്കലാ കൂടുതൽ നല്ലത്. അപ്പോൾ ബിരിയാണിയുടെ അല്ലെങ്കിൽ നെയ്ച്ചോറിന്റെ അരി ഇതൊക്കെ കൊടുക്കാവുന്നതാണ്. അവസാനമായി ഫിത്ർ സക്കാത്ത് നൽകുന്ന വ്യക്തി ചെയ്യേണ്ട ദിക്ർ എന്താണ്? കൊടുക്കുന്ന വ്യക്തി